വീഡിയോയുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം. ഞാൻ ഈ കണ്ടന്റിലേക്ക് വരുമ്പോൾ പലർക്കും പല രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പലർക്കും ഇത് തെറ്റായി തോന്നും, ചിലർക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് നടത്തണമെന്ന് തോന്നും, ചിലരിത് ഇങ്ങനൊരു സാധനം ഇല്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആവില്ല, ഒരു ക്യൂറും ആവില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ കാണും. ഓക്കെ, അവരാരെയും ഞാൻ ഒരു രീതിയിലും വ്രണപ്പെടുത്തുന്നില്ല, ആരെയും ഒരു രീതിയിലും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അവരെല്ലാം അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഗ്രന്ഥത്തിൽ എന്ന് വെച്ചാൽ സ്വാത്മാരാമൻ എഴുതി വെച്ച ഹഠയോഗ പ്രദീപികയിലെ ഒരു ക്രിയയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെയുള്ള മഹാനായിട്ടുള്ള യോഗിമാര് എഴുതി വെച്ച കാര്യമാണ്. ഓക്കെ, ഇത് വിശ്വസിക്കുന്നവര് വിശ്വസിച്ച് അത് ചെയ്യാം, അല്ലാത്തവര് ഞാൻ നിർബന്ധിക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാണും എന്തോ ഒരു ക്യൂരിയോസിറ്റി കാണുമായിരിക്കും, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, അമരോലി എന്ന് പറയുന്ന ഒരു ക്രിയ എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ സ്വന്തം മൂത്രം നമുക്ക് മെഡിസിനാണ്. ഓക്കെ, മെഡിസിനാണ്. അത് മൊറാർജി ദേശായി, പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി പോലും അദ്ദേഹത്തിന്റെ നേച്ചർ ക്യൂർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് പരീക്ഷിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരാളെ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ നോക്കാനില്ല, അപ്പൊ അതിലെന്തെങ്കിലും ഒരു സത്യം കാണാൻ ചാൻസ് ഇല്ലേ? ഇതുപോലെ പലരും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ സ്വന്തം മൂത്രം ഭയങ്കരപ്പെട്ടൊരു മെഡിസിനാണ്. ഓക്കെ, പല അസുഖങ്ങളും, ക്ഷയരോഗം, നമ്മുടെ ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളുടെ തേജസ്, നമ്മളുടെ സൗന്ദര്യം കൂട്ടാൻ വരെ മൂത്രത്തിനാൽ സാധിക്കും. മൂത്രം പാനം ചെയ്യുന്നതിനാൽ. അതെങ്ങനെ കുടിക്കണം, അത് കുടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഓക്കെ, അത് ഇതിന് വ്യക്തമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് നമ്മൾ മൂത്രമില്ലേ, ആ ഒരു മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആദ്യത്തെ മൂത്രം കളയണം. എന്നുവെച്ചാൽ ഫസ്റ്റ് വരുന്ന ആദ്യത്തെ മൂത്രം കളയണം. ഒഴിച്ച് അവസാനിക്കുന്ന സമയത്തുള്ള മൂത്രവും കളയണം. ഇതിന്റെ നടുവിലൊത്ത ആ ഒരു ഭാഗമുണ്ട്, ആ ഒരു പാർട്ടുണ്ട്, ആ ഒരു കുറച്ച് ഒരു ഭാഗം. അത് നമ്മൾ ദിവസവും സേവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ അസുഖങ്ങൾ വരത്തില്ല എന്നാണ് യോഗശാസ്ത്രത്തിൽ, ഹഠയോഗ പ്രദീപികയിൽ അത് നമ്മളുടെ സ്വാത്മാരാമൻ പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ പറയുന്നതല്ല. ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ക്യാൻസർ വരെ, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ക്യാൻസർ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ക്യാൻസർ പോലും ഈ ഒരു മാർഗത്തിലൂടെ ക്യൂർ എന്ന് വെച്ചാൽ ഈ ഒരു മാർഗത്തിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയും എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാള, പശു, പട്ടി, ഇതേപോലെയുള്ള മൃഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ സ്വന്തം മൂത്രം അവർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പം കുരുവി കൂട് കൂട്ടുന്നുണ്ട്. ഓക്കെ, കുരുവി കൂട് കൂട്ടുന്നത് എന്തുകൊണ്ടാ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് അത് കൂട് കൂട്ടുന്നത്? അല്ലല്ല, അത് അതിന്റെ ഇഷ്ടപ്രകാരം അത് കൂട്ടുന്നു. ഓക്കെ, അത് അതിന്റെ അത്രയും ഒരു എഞ്ചിനീയറിംഗ് പവറിൽ അത് കൂട്ടുന്നു. അത് പ്രകൃതി കൊടുക്കുന്ന ഒരു അറിവാണ്. അതുപോലെ ഓരോ മൃഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അറിവ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പം കാള അതിന്റെ സ്വന്തം മൂത്രം കുടിക്കുന്നുണ്ട്, മനസ്സിലായ? അത് കുടിക്കുന്നു, അതിനറിയാം അത് ഒരു ആന്റിബയോട്ടിക് ആണ്. അത് അതിന്റെ ശരീരത്തിൽ, ഇത് സയൻസ് ആണ്. ഇത് നിങ്ങൾ മറ്റൊരു രീതിയിൽ ഇത് കാണല് സയൻസ് ആണ്. ഓക്കെ, പണ്ടുള്ള ആൾക്കാർ എഴുതി വെച്ചൊരു കാര്യമാണ്. അപ്പം അത് സ്വന്തമായിട്ട് അത് കുടിക്കുന്നുണ്ട്. അതിനറിയാം ഇതൊരു മെഡിസിൻ ആണെന്ന്. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ശരീരത്തിൽ നമ്മളുടെ മൂത്രം അത് മെഡിസിനാണ്. ഈ ഒരു മൂത്രം വെച്ച് നമുക്ക് നിസ്യം ചെയ്യാം. നിസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേതിക്രിയ, നിസ്യം. നമ്മളുടെ ഒരു പോട്ടിൽ ഇതുപോലുള്ളൊരു പോട്ട് വാങ്ങാൻ കിട്ടും.
ഇതില് വെള്ളം ചൂടുവെള്ളം നിറച്ച് നമുക്ക് നിശ്ചയം ചെയ്യാം. അല്ലെങ്കിൽ അത് തേന്, തൈര് ഇതുപോലുള്ള പാലൊഴിച്ച് മൂക്കിൽ ഇങ്ങനെ വെച്ച് സൈഡിൽ ഒഴിക്കുമ്പോൾ ഈ മൂക്ക് വഴി കയറി ഈ ഒരു ഭാഗത്തിലൂടെ വരും. ഇതിനെയാണ് നിസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് വെള്ളം അതിൽ നമ്മൾ നിറയ്ക്കുന്നു. അതിന് പകരം നമുക്ക് ഈ മൂത്രം നിറച്ച് നമുക്ക് മൂക്കിലൂടെ നിസ്യം ചെയ്യാം. എന്നാൽ നമുക്ക് ജലദോഷം, നമുക്ക് കഫക്കെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതെല്ലാം പറയുന്ന കാര്യങ്ങളാ. അടുത്ത് അതുപോലെ ക്ഷയരോഗികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടൊരു സംവിധാനമുണ്ട്. ഈ ആടിനെ അവർ കിടക്കുന്ന റൂമിൽ ഒരു 20-21 ദിവസം കെട്ടി അതിൻ്റെ മൂത്രത്തിൻ്റെയും അതിൻ്റെ കാഷ്ടത്തിൻ്റെയും സ്മെല്ല് എല്ലാ ദിവസവും ശ്വസിക്കുകയും അവിടെ തന്നെ ആടിൻ്റെ പാല് പച്ചയ്ക്ക് കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് 20-21 ദിവസത്തിനുള്ളിൽ ക്ഷയരോഗം പൂർണ്ണമായി മാറുമെന്നാണ് പറയുന്നത്. മനസ്സിലായ? അപ്പം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മളുടെ ഈ ഒരു കൾച്ചറിൽ, നമ്മൾ ഈ ഒരു ഭാരതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പല പല അസുഖങ്ങൾക്കും നമുക്ക് നമ്മളുടെ നേച്ചറിൽ തന്നെ മറ്റ് മരുന്നുകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ പ്രകൃതിയിൽ തന്നെ എല്ലാത്തിനുള്ള മരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ സ്വന്തം മൂത്രം പോലും, നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന സ്വന്തം മൂത്രം പോലും മെഡിസിനാണ്. ഓക്കെ, ഞാൻ മാത്രമല്ല പറയുന്നതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തി പോലും പറയുന്നുണ്ട്. മൊറാർജി ദേശായി വരെ അദ്ദേഹം പോലും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്കിൽ നേച്ചർ ക്യൂർ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ആട്ടോ യൂറിൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ജഗദീഷ് എന്ന് പറഞ്ഞൊരു ആൾ എഴുതിയത്. അതിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച്, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പല ആൾക്കാരും വിശ്വസിക്കുന്നവരുണ്ട്, പലർക്കും ഇതിന് വിശ്വാസമില്ല. അവരാരെയും കുറ്റം പറയുന്നില്ല. ചിലർക്ക് അത് ചെയ്യാനായിട്ടൊരു മടിയാണ്, ഒരു അറപ്പാണ്. സ്വന്തം കാര്യം നമ്മൾ കുഞ്ഞുനാൾ മുതലേ നമ്മളൊരു അറപ്പോടെയാണ് കാണുന്നത്. പലർക്കും ഇപ്പം മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്ന് പല സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പറയാൻ തന്നെ നമുക്ക് മടിയാണ്. അയ്യോ, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടാണ്, എനിക്ക് പോകണം എന്ന് പറയാൻ പോലും മടിയാണ്. എന്ന് വെച്ചാൽ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. ഈ ചിന്തയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു കാര്യം. അതുകൊണ്ട് ഞാൻ ആദ്യമേ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞത്, ഇങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇത് എടുക്കാം, ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അത്ര ലീവ് ഇറ്റ്. എനിക്ക് വേറെ പ്രശ്നമില്ല, നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു അറിവ് ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു വീഡിയോ ചെയ്തത്. കാര്യം യൂട്യൂബിലൊന്നും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കണ്ടില്ല. ഈ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് പലയിടങ്ങളിലും സെർച്ച് ചെയ്ത് നോക്കാം. അമരോലി, ഇതുപോലെ വജ്രോലി ഉണ്ട്, സഹജോലി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഒരു ക്രിയയുണ്ട്. അതെല്ലാം വജ്രോലിയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.